ഇപ്പോൾ മോന് നല്ലപോലെ ശ്വാസം വിടാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ട്. മൂക്കിലെ ദശയുടെ അസ്വസ്ഥത എല്ലാം മാറിയോ? മാറി. ആരാണ് സൗഖ്യമാക്കിയത്? യേശു. മൂക്ക് കാണിച്ചേ. പാസ്റ്റർ, ഇതൊരു അത്ഭുത രോഗസൗഖ്യമാ. ഈ കുഞ്ഞിന് ക്യാൻസർ ആയിരുന്നു. എന്ത് ക്യാൻസർ? കുഞ്ഞിന്റെ ശരീരത്തിൽ ക്യാൻസർ ആയിരുന്നു. തിരുവനന്തപുരം RCCയിലായിരുന്നു കുഞ്ഞ് കിടന്നിരുന്നേ. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ ഡോക്ടർ ഡിക്ലെയർ ചെയ്തു ആ ക്യാൻസർ ശരീരത്തിന് വിട്ടുമാറി. Somebody say hallelujah. Miracle is happening. Oh Jesus. രണ്ട് കരങ്ങളും അടിച്ച് മഹത്വവും ജ്ഞാനവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും യേശുവിന്. ഹല്ലേലൂയ. സഹോദരേ, എന്തായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്ന പ്രശ്നം? നമുക്ക് നെഞ്ചില് കട്ടി കൂടുതലായിരുന്നു. ചുമയും പനിയായിട്ട് ഞങ്ങൾ പെരുമ്പാവൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ സംശയമുണ്ട്, അത് കാരണം ഇങ്ങനെ RCC പോകാൻ പറഞ്ഞു. അവിടെ ഞങ്ങൾ തിരുവനന്തപുരം RCC പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് അവിടെ ജനുവരി 22-ാം തീയതി അഡ്മിറ്റായി. അവരിങ്ങനെ ഓരോ ചികിത്സ ചെയ്ത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ചികിത്സിച്ചപ്പോൾ എന്നാ പറഞ്ഞു? അവർ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ. എന്നിട്ട് എന്നാ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചേ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച. അത് കഴിഞ്ഞ് കൊണ്ട് ചെക്കപ്പ് ചെയ്തോ? എന്നാ ബോട്ടൽ മാരേജ് ചെയ്തു, നടുവിൽ ടെസ്റ്റ് ചെയ്തപ്പോ അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ബ്ലഡിൽ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞു. ഓ, കരങ്ങളൊന്ന് അടിച്ചു, വായികൾ തുറന്ന് ജീസസ്. ഈ മോളുടെ പപ്പയാന്നുണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്യ അദ്ദേഹം? ഞാൻ ഓർക്കുന്നു ഇപ്പോഴും അദ്ദേഹത്തെ. ഒന്നോടി വന്നേ. താങ്ക് യു ലോർഡ്. വളരെ കരഞ്ഞ് സങ്കടപ്പെട്ട് ഭാരത്തോടെയാണ് ഇവർ കഴിഞ്ഞ ദിവസം ഈ ചർച്ചിൽ വന്നത്. ഈ കുഞ്ഞിങ്ങനെ തല നൂന്നിരിക്കുവല്ലായിരുന്നു, കുഴഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാ. എന്നാൽ പ്രാർത്ഥിച്ചു. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞായിരുന്നല്ലേ സൗഖ്യം നടന്നെന്ന്? സൗഖ്യം നടന്നെന്ന് പറഞ്ഞു. ആ സമയത്ത് അന്ന് കർത്താവ് എനിക്കൊരു കൺഫർമേഷൻ തന്നു, ഈ കുഞ്ഞ് സൗഖ്യപ്പെട്ടിരിക്കുകയാണെന്ന്. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖം മാറി പൂർണ്ണമായിട്ട് മാറി. രോഗിക്കു വൈദ്യൻ എന്റെ യേശുവാണല്ലോ, പാപിക്കു രക്ഷകൻ യേശുവാണല്ലോ. ഒന്ന് മഹത്വം കൊടുത്താട്ടെ, കരം ഉയർത്തി. പാസ്റ്റർ ടിനു ജോർജ് അല്ല സൗഖ്യമാക്കിയത്, ഒരു മനുഷ്യന്റെ കരമല്ല. ഇതെന്റെ യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഇത് കർത്താവിന്റെ കരുണയാ, ഇത് ദൈവത്തിന്റെ കൃപയാ. ഈ കുഞ്ഞ് ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കാനല്ല യേശു ക്രൂശിൽ മരിച്ചത്, ഈ കുഞ്ഞ് സൗഖ്യമാകാനാ. കരമടിച്ചു ചേർന്ന് ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ബ്ലെസ് യു. പാസ്റ്റർ, ഇതൊരു അത്ഭുത രോഗസൗഖ്യമാ. കുഞ്ഞിന്റെ ശരീരത്തിൽ ക്യാൻസർ ആയിരുന്നു. തിരുവനന്തപുരം RCCയിലായിരുന്നു കുഞ്ഞ് കിടന്നിരുന്നേ. 2 ആഴ്ചക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ ഡോക്ടർ ഡിക്ലെയർ ചെയ്തു ആ ക്യാൻസർ ശരീരത്തിന് വിട്ടുമാറി. സഹോദരേ, എന്തായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്ന പ്രശ്നം? നമുക്ക് നെഞ്ചില് കട്ടി കൂടുതലായിരുന്നു. ചുമയും പനിയായിട്ട് ഞങ്ങൾ പെരുമ്പാവൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ സംശയമുണ്ട്, അത് കാരണം ഇങ്ങനെ RCC പോകാൻ പറഞ്ഞു. അവിടെ ജനുവരി 22-ാം തീയതി അഡ്മിറ്റായി. ചികിത്സിച്ചപ്പോൾ എന്നാ പറഞ്ഞു? അവർ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ. എന്നിട്ട് എന്നാ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചേ? എൻ്റെ മുമ്പത്തെ ആഴ്ച. അത് കഴിഞ്ഞ് കൊണ്ട് ചെക്കപ്പ് ചെയ്തോ? ബോട്ടൽ മാരേജ് ചെയ്തു, നടുവിൽ ടെസ്റ്റ് ചെയ്തപ്പോ അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു.